എല്ലാവരും ഇരിക്കുക. ദൈവനാമത്തെ വീണ്ടും യേശുക്രിസ്തുവിന്റെ നാമത്തിലെ പ്രകാരം ഒരു ആരാധനയുടെ നടുവിൽ ആയിരിക്കാൻ വലിയവനായ ദൈവം നമ്മളെല്ലാവരെയും സഹായിച്ചിരിക്കുന്ന വലിയ കൃപയോടെ ദൈവത്തിന് നന്ദി പറയുന്നു. വിശേഷം കടന്നു വന്ന പ്രൈസല കടന്നു വന്ന സഹോദരന് നമ്മുടെ റോയ്സറിനാണ് കടന്നു വന്നിട്ടുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് അതേ ദൈവനാമത്തിലുള്ള സ്നേഹബന്ധം നന്ദി സഭയുടെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ ധാരാളമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് വിശേഷ അതേ പ്രൈസല സ്തോത്ര വഴിപാടായിട്ട് അർപ്പിക്കപ്പെട്ടത് നേർച്ചയായിട്ട് രണ്ടുപേര് നേർച്ച അർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടുപേര് ദശാംശം അർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ഒരു നിമിഷം എഴുന്നേൽക്കാം. അവർക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പിന്നെ വിശേഷം പാല് പ്രൈസലോ അതേ വിസറ്റ് ബദൽ അവിടെ അതേ നൽകപ്പെട്ടിരിക്കുന്ന പാല് സമർപ്പിച്ചിട്ടുണ്ട്. ഒരു കരിക്ക് പ്രൈസലോ ഒരാൾ ആരോ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അടുത്തൊരു പേർക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവം അവർക്ക് വേണ്ടിയിട്ട് നൽകുവാൻ നമുക്ക് നമ്മളെല്ലാവരും കാര്യങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് പ്രേസലോ മുട്ട പ്രേസലോ അത് ആരോ ഇന്ദിര മാതാവാണെന്ന് പ്രേസലോ കൊണ്ടുവച്ചിട്ടുണ്ട്. ആ മുട്ട പ്രേസലോ ആർക്കെങ്കിലും അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇവിടെ ആവശ്യത്തിനുള്ള ഉണ്ട് മുട്ട അതിന് ആവശ്യപ്പെട്ട ആർക്കെങ്കിലും ഒരാളിന് അത് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരാളിനെ അതെടുത്ത് ആരാധന കഴിഞ്ഞതിന് ശേഷം പ്രേസലോ രജീഷ് ഭാഷ സമീപിച്ച രജീഷ് ഭാഷ അത് സമർപ്പിക്കും. അതിനുവേണ്ടി പ്രാർത്ഥനയിൽ ഓർക്കുക. ഹല്ലേലൂയ. ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രേസലോ ഹല്ലേലൂയ. എല്ലാവരും ഒരു കാലം ദൈവത്തിലേക്ക് വരികയാണ്. ഒരു അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കാണ്. അവർ നൽകപ്പെട്ട അധിക ഫലം അവിടെ ജീവിതത്തിൽ, അവിടെ ഭവനത്തിൽ, അവിടെ ഭവന ജീവിതങ്ങളിലൊക്കെ ദൈവം നൽകണം. ഒരു വിടുതൽ അവിടെ വീട്ടിൽ ദൈവം നടത്തണം. കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച കഷ്ടങ്ങളൊന്നും അവിടെ ഭവനത്തിൽ വരരുത്. ദാരിദ്ര്യ ഭാരങ്ങളൊന്നും വരരുത്. രോഗദുഃഖങ്ങളൊന്നും തുടരുത്. സ്വർഗത്തിലെ വലിയ വിടുതൽ അവർ അനുഭവിച്ച് സന്തോഷിപ്പാൻ പരിശുദ്ധനായ ദൈവം എന്നെ സഹായിക്കുന്നു. വാങ്ങുന്നതിൽ അധികം നൽകപ്പെടുന്നത് നല്ലത് എന്ന് ദൈവവചനം പഠിപ്പിക്കും. രാജ്യത്ത് കടന്നു വരുമ്പോൾ ദശാംശങ്ങളും വഴിപാടുകളാലും നേർച്ചകളാലും കാഴ്ചകളാലും കടന്നു വരുവാൻ അടിയത് യേശുവിന്റെ നാമത്തിൽ ദൈവകുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കും, ആശീർവദിക്കും, അത്ഭുതമായി വച്ച് പിടിവിക്കുന്ന സ്വന്തം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഹല്ലേലൂയ. സമയം അതിവേഗത്തിൽ കടന്നു പോയത് കൊണ്ട് പെട്ടെന്ന് അതെ അന്ന് ക്രമീകരിക്കുകയാണ്. ഈ വർഷം അങ്ങനെ ക്രമീകരിച്ച് പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ശക്തമായി നിങ്ങൾ പ്രാർത്ഥനകളുടെ ഞങ്ങളുടെ ഈ കൂട്ടായ്മകളെ ഓർക്കുക എന്ന് ദൈവനാമത്തിൽ ആലോചന പറയുന്നു. അല്ലെങ്കിൽ വചനത്തിന്റെ അതേ പ്രവൃത്തിയിലേക്ക് നമുക്ക് കടന്നു പോകേണ്ടതുണ്ട്. അതിലെ ഇപ്രകാരം ഒരു ആരാധന തന്നെ ദൈവം നിയോഗമാണ്. ദൈവം ഈ പട്ടണത്തിൽ ദൈവം നടത്തുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. അനേവർ കണ്ണുനീരിന്റെ താല്പര്യം, അനേവർക്ക് രോഗദുഃഖങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ പ്രതിബന്ധനങ്ങളുടെ നടുവിൽ പ്രാർത്ഥിച്ചപ്പോൾ അതേ ദൈവമക്കൾ പ്രാർത്ഥിച്ചു ആലോചന അതേ പറഞ്ഞു പ്രാർത്ഥിച്ചതുപോലെ അതേ ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ആയുടെ നടുവിൽ നിന്ന് ശേഷിച്ച നമ്മെ ദൈവം വീണ്ടെടുത്ത് ദൈവസഭയ്ക്കകത്ത് ഇന്ന് ഈ സഭത്തായിരിക്കുന്ന ഈ ഞായറാഴ്ച ദിവസം പകൽക്കാലത്ത് നമ്മെ ഒരുക്കി ഇവിടെ നിർത്തിയിരിക്കുന്നുവെങ്കിൽ വലിയൊരു അത്ഭുതം ദൈവം ചെയ്യപ്പെടുന്ന ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് മാത്രമല്ല ലോകത്തിന്റെ 5 മക്കളകളിലും ആയിരിക്കുന്ന സകല ജനത്തെയും നിയന്ത്രിക്കുന്ന പരിപാലിക്കുന്ന ഒരു സ്വർഗത്തിലെ തരം ഈ പകൽക്കാലം നമ്മൾ വെളിപ്പെട്ട് വരട്ടെ. അതിനാ ദൈവത്തോട് ദൈവം ഒരുവനേ ഉള്ളൂ. അവൻ വലിയവനാണ്. അവൻ സർവ്വത്തെ സൃഷ്ടിയുടെ കർത്താവാണ്. അവനിലൂടെ നൽകപ്പെട്ട പുത്രനിലൂടെ പരിശുദ്ധാത്മാവിലൂടെ നൽകപ്പെടുന്ന മറ്റൊത്ത വചനങ്ങൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സകല കുടുംബങ്ങളിലും ഒരു വ്യാപരിപ്പാത്തവരാണ്. ആത്മാവിന്റെ കാലം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്നീ പകൽക്കാലം പ്രിയമുള്ളവരെ നമ്മൾ ചുരുക്കം ചിലർ മാത്രമായിരുന്നുകൊണ്ട് പല സ്ഥലങ്ങളിലായിരുന്നു നമ്മളെ ഒരുമിച്ച് ദൈവം ഈ ഞായറാഴ്ച പകൽക്കാലം ഈ ആലയത്തിന്റെ നടുവിൽ കൊണ്ടുവന്നത് വ്യർത്ഥമാകില്ല, അനുഗ്രഹമാണ്. കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നു. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ദൈവം നമ്മെ വിടുവിക്കേണ്ടതിന് അവന്റെ പാദപീഠങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? മുട്ടുകുത്തണം. പ്രൈസലോ. അതേ 96 സങ്കീർത്തനം അതിന്റെ 5 വാക്യം പഠിക്കുമ്പോഴും അവിടെ അത് നമ്മളെ ശക്തമായി വചനത്തിലൂടെ നമ്മളെ അതിൽ 6 വാക്യം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ശക്തമായി പഠിപ്പിക്കുന്നു. വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മൾ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. സന്തോഷമുള്ളവരെ ഓർമ്മ സ്വന്തം. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ മുട്ടുകുത്തിയതും ഇവിടെ ആരാധിച്ചതും പ്രാർത്ഥിച്ചതുമായിരുന്ന സകല വിഷയങ്ങളിലും ദൈവപ്രവൃത്തി വെളിപ്പെടും. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങൾ പറയുന്നു. ഈ വർഷം ആരംഭം മുതൽ അവസാനം വരെ ലോകത്തിന്റെ 5 വൻകരയിലായിരിക്കുന്ന ജനവും നമ്മുടെ ദൈവമക്കളാണ്. ഹല്ലേലൂയ,
ഹല്ലേലൂയ. നമ്മളെ സഭയ്ക്കകത്ത് മാത്രമുള്ളവരല്ല, ഈ ലോകത്തിൽ ഒരു ആത്മാവ് നഷ്ടപ്പെട്ടു വരിക, അതേ ഭൂലോകത്തിലുള്ള സകല വിശ്വാസികളും സകല ഭക്തന്മാരും കണക്ക് പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പ്രാർത്ഥിക്കേണ്ട കടപ്പെട്ടവരായിരിക്കുന്നു ദൈവസഭ. അതിനു വേണ്ടിയിട്ടാണ് ഇപ്രകാരം ദൈവം ദേവാലയങ്ങളെ ദൈവം എവിടെയായി ദൈവം നമുക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തിൽ നിൽക്കുന്നവരുണ്ടാകാം, വിശ്വാസത്തിലേക്ക് വരാനുള്ളവരുണ്ടായിരിക്കാം, വരാത്തവരുണ്ടായിരിക്കാം. എല്ലാവരെയും രൂപാന്തരത്തിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അത്രേ ഈ ദൈവസഭയെ ദൈവം ഒരുക്കപ്പെട്ടിരിക്കുന്ന വിശ്വസിക്കുകയാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് ഇന്നത്തെ കാലം ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളും സഭയ്ക്കകത്തുള്ളവരാകട്ടെ പുറത്തുള്ളവരാകട്ടെ, ഇത് ഏത് കഷ്ടമാകട്ടെ, ഇത് ഏത് വേദനയാകട്ടെ, ഇത് ഏത് ദുഃഖമാകട്ടെ, ഇത് ഏത് പ്രയാസമാകട്ടെ, ഇതിന്റെ മഴക്കാലം നീ യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അത് യേശുവിനെ എടുത്തു മാറ്റുക. എന്റെ ദൈവം ശക്തനായ വിശ്വാസത്തെ അതേ ഫല വിശ്വസിക്കുന്ന ദൈവത്തിന് സ്വപ്നം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുനീരാകട്ടെ പ്രിയമുള്ളവരെ, വേദനയാകട്ടെ, ദുഃഖമാകട്ടെ, പ്രയാസമാകട്ടെ, ഏത് വിധമായ ദാരിദ്ര്യമാകട്ടെ, ഏത് കടഭാരമാകട്ടെ, ഏത് വിധമായ പ്രതികൂലങ്ങൾ നിന്റെ മുമ്പിൽ എഴുന്നേറ്റ് വന്നാൽ നീ യേശുവിൽ നീ നിൽക്കുന്നുവെങ്കിൽ യേശു നിന്നെ വിടിയിപ്പാൻ ശക്തനാണ്. വേദപുസ്തകം വചനം നമ്മളെ പഠിപ്പിക്കുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കാം, എന്റെ പ്രകാശം നിന്റെ മേൽ വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നാം ഒന്ന് എഴുന്നേൽക്കണം, പ്രകാശം നിന്റെ മേൽ വരുവാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ എഴുന്നേറ്റില്ലെങ്കിൽ പ്രകാശം വരില്ല. എഴുന്നേൽപ്പാൻ തക്കവണ്ണം നമ്മൾ ഉത്സാഹിപ്പാൻ തക്കവണ്ണം ദൈവം ഇന്ന് പകൽക്കാലം ഇടവരുത്തട്ടെ. അല്പനേരം ചിന്തയ്ക്കാൽ തിരഞ്ഞെടുക്കപ്പെട്ട അതേ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മത്തായി സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം മുതൽ ഒരാൾ വായിക്കാം, പെട്ടെന്ന് വായിക്കാൻ. പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. യേശു ദേവാലയത്തിൽ ചെന്നു. ഇവിടെ ദൈവവചനം ശക്തമായി പഠിപ്പിക്കുകയാണ്. യേശു ദേവാലയത്തിൽ ചെന്നു, ദേവാലയത്തിൽ വിൽക്കുന്നവരെയും അതെ കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി. സന്തോഷമുള്ള ഒരു സ്വതന്ത്രമുണ്ട്. അല്ലെങ്കിൽ ഈ വാക്തത്വം ദൈവസഭയ്ക്ക് ദൈവം തന്ന യേശു കാണിച്ചു തന്ന മാതൃകയാണ്. അല്ലെങ്കിൽ ഇന്ന് ദേവാലയങ്ങളിൽ നടക്കപ്പെടുന്ന അതേ അല്ലെങ്കിൽ ആചാരങ്ങൾക്ക് അതേ വിരോധമായി ഇന്ന് പല സ്ഥലങ്ങളിൽ ദൈവപ്രവൃത്തി എന്ന് കാണുകയും ദൈവപ്രവൃത്തി ഇല്ലാത്ത ലോകത്തിലേക്ക് മനുഷ്യരെ എത്തിക്കുന്ന വിധത്തിലുള്ള പ്രവചനങ്ങളും ആരാധനകളും അന്ന് നടന്നു, അത് ഇന്നും നടക്കുകയാണ്. വിശ്വസിക്കുന്നവരെ യേശു ദേവാലയത്തിൽ ചെന്നപ്പോൾ അവിടെ എന്ത് ചെയ്തെന്നറിയാം? അവിടെ അതായത് ലാലം വിളിക്കുന്നവനെയും പ്രാവ് കൊണ്ടുവരുന്നവനെയും പ്രാവ് കച്ചവടം ചെയ്യുന്നവനെയും അത് വിറ്റിട്ട് അതിനെ വ്യാപാരം ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ പലിശക്ക് കൊടുക്കുകയും ചെയ്യുന്ന പാസ്റ്റർമാരുടെയും ഉപദേശിമാരെയും അതിന് ഉപദേശകന്മാരെയും ഈ ഡീക്കന്മാരെയും ഡീക്കന്മാരെയും ഒക്കെ ദൈവം എന്ത് ചെയ്യാം? അത് പുറത്താക്കും. ഈ ബൈബിളിൽ ഇല്ലാത്ത ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ലാലം വിളി. എല്ലാ സഭകളിലും ലാലം വിളിയ ഭക്തന്മാരുടെ കാര്യം എന്തെന്ന് കേട്ടാ സഭയിൽ അതേ ആദായം വരേണ്ടത് സഭയിൽ അല്ലെങ്കിൽ കുടുംബത്തെ നോക്കാൻ വേണ്ടിയിട്ടാ ദൈവസഭയ്ക്കകത്ത് ദൈവകുഞ്ഞുങ്ങളെ അതേ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു വേർതിരിച്ച ഒരു കൂട്ടത്തെ സ്വർഗത്തിലെ ദൈവം ദേവാലയത്തിൽ കൊണ്ടുവരുന്നത്. മനസ്സിലാകുന്നവരോ എങ്ങനെ ദൈവം ഉത്ബോധനം ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഗ്രഹിക്കാം. ഇത് വേദപുസ്തകത്തിൽ തെളിവില്ലാത്തതാണ്. യേശു ചവിട്ടി പുറത്താക്കിയതിന്റെ ഫലം അകത്ത് കൊണ്ടുവച്ച് മനുഷ്യൻ ലാലം വിളിക്കുകയാണ്. അതുകൊണ്ട് ഇത് കൊടുക്കുന്നവനും ശാപമാണ്, ഇത് ചെയ്യുന്നവനും ശാപമെന്ന് യേശു വിളിച്ചു പറഞ്ഞു. യേശു കാണിച്ചു തന്നു. യേശു കാണിച്ചു തന്ന മാതൃക എന്തെന്ന് അറിഞ്ഞിട്ടായിരിക്കണം നാം യേശുവിന്റെ പാതയിൽ പിൻപറ്റുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ യേശുവിന്റെ മക്കളാണ്. ഈ ലോകം തരാത്ത സമാധാനം എനിക്കും നിങ്ങൾക്കും തരുവാൻ കഴിവുള്ള ഒരു ദൈവത്തെ അത്രയും ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾ ആരാധിക്കുന്ന വിശ്വസിക്കുന്ന ദൈവജനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയമുള്ളവര്, ഈ ലോകത്തൊരു ലാലം വിളിച്ച് കുറെ ധനം മറ്റുള്ളവരിൽ നിന്ന് കൊണ്ടുവന്ന് അതിൽ നിന്നും ഒരു പള്ളി വെക്കേണ്ടതോ അതിൽ നിന്നും ഒരു പള്ളിക്ക് വേണ്ടി ചെലവിടേണ്ട കാര്യമില്ല. എനിക്കും നിങ്ങൾക്കും ബാധ്യസ്ഥമാണ്. അല്ലെങ്കിൽ നമ്മൾ തട്ടിട്ട് വീടുകളിൽ കിടക്കുമ്പോൾ ആരെയും ശൂന്യമായ തിരിപ്പാൻ തക്കവണ്ണം സൂക്ഷിപ്പാൻ കടപ്പെട്ടവരെയാണ് ആലയത്തോട് ദൈവം ചേർക്കപ്പെടുന്നത്. അത് വിശ്വസിക്കുന്ന ദൈവജനത്തെ ഓർത്ത് സ്തോത്രം. ഇന്ന് അറിവുണ്ട്, ജ്ഞാനമുണ്ട്, എങ്കിലും വിശ്വാസത്തിൽ നിന്ന് ഉറപ്പില്ലാത്ത സഹോദരി സഹോദരന്മാര്, നീ അല്ലെങ്കിൽ ഇത് അന്ത്യകാലമാണ്, അല്ലെങ്കിൽ നീ സ്വരൂപിച്ചതും നീ സ്വരൂപിച്ചു വെച്ചിരിക്കുന്നതായിരിക്കുന്ന എല്ലാ ഫലവും നാശത്തിന്റെ വാതിലേക്ക് മുട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ഉറപ്പും ഓർമ്മയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഈ പകൽക്കാലം ഈ ഞായറാഴ്ച ഈ സഭത്തിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വസിക്കുന്നവരെ ഓർത്ത് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് വേദപുസ്തകത്തിൽ ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോയിരിക്കുക. ലോകം തരാത്ത സമാധാനം തന്നിരിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ നാം ഒരു കാലിൽ ഒരു തരം രണ്ടു തരം ഒന്നും ദേവാലയത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല.
വിളിക്കാൻ പാടില്ല. മനസ്സിലായ വാർത്ത അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാനും പാടില്ല. കൊടുക്കുന്നവർക്ക് ശിക്ഷയുണ്ട്, ഇത് ചെയ്യുന്നവർക്ക് ശിക്ഷയുണ്ട്. ഇനി എവിടെ നോക്കിയാലും ഏത് വലിയ സഭയിൽ നോക്കിയാലും അല്ലെങ്കിൽ ഒരു പ്രദർശനത്തിന് വേണ്ടി അതേ വാഹനം അയച്ച് അതേ ലോഡ് കണക്കിന് ഇറക്കി വെച്ചിട്ട് ഒരു തരം രണ്ടു തരം ജാതികളെ വിളിക്കപ്പെടുന്നവர்கள் അത് ശമിക്കപ്പെട്ടതാണ്. നാം പകൽ മൊത്തവും അന്യഭാഷ പ്രാപിച്ച് അന്യഭാഷ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അല്പം കഴിയുമ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ ലേലത്തിന് വേണ്ടി അല്ലെങ്കിൽ എനിക്ക് എന്റെ വക നേരത്തെ വിളിക്കണം, എനിക്ക് എനിക്ക് നേരത്തെ പോകണം എന്നൊക്കെ പറഞ്ഞ് ഡീക്കന്മാരോട് ഉപദേശന്മാരോട് പാസ്റ്റർമാരോട് അല്ലെങ്കിൽ കതർക്കുവാൻ തക്കവണ്ണം ഇടയുണ്ടാക്കുന്ന ദൈവമക്കളുടെ മുമ്പിൽ ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയുകയാണ്. ഇത് നമുക്ക് അസാധ്യമാണ്. അതിവിടെ യേശു അസാധ്യമാക്കി നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി കാണിക്കുന്നത് വിശ്വസിക്കുന്ന ദൈവസഭയെ ഒത്ത് സ്വന്തം ചെയ്യുക. ചിന്തിക്കാൻ നമ്മൾ ഒരുപാട് വിഷയങ്ങളുണ്ട് പ്രിയമുള്ളത്. നമ്മൾ 1 മണിക്കൂർ ഇവിടെ ആരാധിച്ചോ, ആരാധന കഴിഞ്ഞു, നമ്മൾ അതിനെ അല്പം കഴിഞ്ഞിട്ട് നമ്മുടെ കാലയിൽ സാധാരണ പ്രവൃത്തി വീണ്ടും നമ്മൾ ചെയ്യുന്നുവെങ്കിൽ നമ്മളെ ഏത് ആത്മാവാണ്? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നെ ചിന്തിപ്പിച്ച വിഷയം അത് ദൈവത്തിന്റെ ആത്മാവല്ല. ദ്രവ്യാഗ്രഹം ആരുടെ ആത്മാവാണ്? ആഹാരം കഴിക്കുവാൻ വേണ്ടി ജനത്തിൽ നിന്ന് കൊണ്ടുവയ്ക്കുന്ന വിധം ദരിദ്രരായിരിക്കുന്നവർ നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കാതെ അവർക്ക് ആവശ്യമുള്ളത് പരിഹരിക്കാതെ അതിനെ മറ്റുള്ളത് ഉണ്ടാക്കുവാൻ വേണ്ടി ഒരു തരം 2 തരം വിളിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവൃത്തി അല്ല എന്ന് യേശു ഇവിടെ തെളിയിച്ചു കാട്ടുന്ന അങ്ങനെയുള്ളവരെ യേശു അറിയാം. അതേ പുറത്താണ് ഒരു മര വരച്ചിട്ട് മരക്ക് വെളിയിലേക്ക് പറ്റുള്ളൂ എന്ന് ദൈവവചനത്തിൽ യേശു വെളിപ്പെടുത്തുന്നതാണ്. ഇവിടെ പറഞ്ഞ പൊൻപാണിപ്പക്കാരുടെയോ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞവരോട് മറിച്ചു കളഞ്ഞിട്ട് പറയാണ്. ഇത് അതിൽ അവരോട് പറയുകയാണ്, എന്റെ ആലയം പ്രാർത്ഥനാലയം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എവിടെ ഇരിക്കുന്നത്? ഇപ്പോൾ എവിടെ ഇരിക്കുന്നത്? ഇപ്പൊ നമ്മുടെ കഥയിൽ ദൈവത്തിന്റെ ആലയത്തിലാകും, പ്രാർത്ഥനാലയത്തിലാണ് ഇരിക്കുന്നത്. ഞാൻ കഴിക്കുന്ന നേർച്ചകൾ നമ്മൾ കഴിക്കപ്പെട്ടു, അത് മറ്റുള്ളവർക്ക് സംഭാവന ചെയ്യുക, മറ്റുള്ളവർക്ക് ഭക്ഷിപ്പാൻ വേണ്ടി നാം കൊടുത്തിട്ട് അതിനെ തിരിച്ച് 1 തരം 2 തരം മേടിച്ചിട്ട് എന്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അല്ലെങ്കിൽ എനിക്ക് അത് ഞാൻ കൊണ്ടുപോയത് ഞാൻ തിരിച്ചു കൊണ്ടുവന്നു, ഞാൻ വില കൊടുത്ത് ഞാൻ മേടിച്ചു വന്ന് അലങ്കാരത്തിന്റെ ആത്മാവ് കൊണ്ട് എണ്ണിക്കുന്ന വിശ്വാസിയെ നിന്റെ ആത്മാവ് സ്വന്തത്തില്ല അനകത്തിലേക്ക് എത്തിച്ച് ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുത്തിട്ട് അതിനെ തന്നെ തിരിച്ച് ലേലം വിളിച്ചിട്ട് ഇന്നത്തെ ലോകത്ത് ഞാൻ കാണുന്ന ഒരു കാര്യമാണ്. അതിനെ ലേലം വിളിച്ചിട്ട് തിരിച്ചെന്ത് ചെയ്യാണ്? അതിൽ നാം കൊണ്ടുപോയിട്ട് പറയുകയാണ്, മറ്റുള്ളവരുടെ ഇടയിൽ പറയുകയാണ്, ഞാൻ കൊണ്ടുപോയ സാധനം അല്പം വില കൂടിയെങ്കിൽ ഞാൻ അതിനെ വിളിച്ചു, ഞാൻ എനിക്ക് തന്നെ അവകാശമാക്കി. അതിന് നീ തന്നെ ഗണ്യമാണ്. അതുകൊണ്ട് യേശു ഇങ്ങനെയുള്ളവരെ എന്ത് ചെയ്യുന്നറിയാം? പറഞ്ഞ് പുറത്താക്കിയിട്ട് പറയുകയാണ്, ഇതെന്റെ ആലയ പ്രാർത്ഥനാലയം. ഈ ആലയത്തിനകത്ത് കഴിക്കുന്ന പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ശക്തിയുണ്ട്. പക്ഷെ അത് നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ തുച്ഛീകരിക്കും. അതുകൊണ്ട് പ്രിയമുള്ള ദൈവസഭയെ, ദൈവ കുടുംബമേ, നമ്മൾ ആപകമായ പ്രവൃത്തികളുണ്ടെങ്കിൽ നമ്മൾ അവിടെ അകന്നു നിന്നുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിലേക്ക് നോക്കണം. ജനമൊത്തം എങ്ങനെ പറഞ്ഞ ദാഹിക്കുന്നവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ എന്റെ അടുക്കൽ വരട്ടെ, ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യട്ടെ. മുന്നോട്ടുള്ള സ്വത്രം പറഞ്ഞാൽ സ്വത്രം ഞാൻ പറഞ്ഞിട്ട് പറയാൻ അല്ലാതെ സ്വത്രം പറയാൻ നിങ്ങൾ പഠിക്കണം. ദൈവത്തിന്റെ വചനം ഉള്ളിൽ വരുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളെ സ്തോത്രയാങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് എന്താണ് പുറപ്പെടണം. അതാണ് ആത്മാവ്. അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് പ്രകടിപ്പിച്ചിട്ട് ഒരു സ്തോത്രം പറയുന്നുണ്ട്, ആ സ്തോത്രത്തിന് വിലയില്ല സഹോദരി, ആ സ്തോത്രത്തിന് വിലയില്ല സഹോദര. നിന്റെ ഉള്ളിൽ നിന്ന് ആത്മാവിന്റെ വചനം പറ്റിയിട്ട് വചനത്തിൽ നിന്ന് ഉള്ളിൽ പുറപ്പെടുന്ന ആ സ്തോത്രത്തിന് ആഴത്തിലുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഘന അതിൽ ലോകത്ത് അറിയപ്പെടുന്ന അതിനേക്കാൾ അധികം വിലയാണ് ദൈവം അറിയുമ്പോൾ മനസ്സിലായ ദൈവം പറയുവാണ്. ഞാൻ ദൈവത്തിന് പ്രാർത്ഥന ചെയ്യുക. യേശു ഇന്ന് അന്ന് അനേവണ്ണം കണ്ണുനീരൊപ്പിക്കുക, ഇന്ന് അനേവണ്ണം യേശു വിടുവിക്കുക. എന്നാൽ ഇന്നേ പകൽക്കാലം നമ്മൾ തീരുമാനമെടുക്കണം, ഞാൻ നിൽക്കുന്നത് കർത്താവിന് വേണ്ടിയിട്ടാണ്. ഈ ലോകത്ത് ഈ ലോകപരമായിരിക്കുന്ന ലേലം വിളിയിലൊന്നും ദൈവജനത്തിന് പോകാൻ അധികാരമില്ല. വായിച്ചാണ്
എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു. നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി. സന്തോഷമുള്ളവരെ സ്വന്തം എന്താക്കി? നിങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന വിശ്വാസിയാണ്. നിങ്ങൾ കൊണ്ടുവന്ന ഭാഷമാരുടെ കള്ളപ്രവചനം കേട്ടിട്ട് പ്രവചന പ്രകാരം നിങ്ങൾ അവരുടെ മുമ്പിൽ ഇതെല്ലാം കൊണ്ടുവച്ചിട്ട് അവരെ വിട്ട് നിങ്ങൾ ചെയ്യിക്കുന്നെങ്കിൽ നിങ്ങളോ തലമുറകൾക്ക് അത് പാപമെന്ന് ബൈബിൾ വിളിച്ചു പറയുന്നു. വിശ്വസിക്കുന്ന ദൈവജനത്തെ അവർക്ക് ധനമുണ്ടായി, അവരുടെ എസ്റ്റേറ്റുകളും അവർ ബംഗ്ലാവുകളും മേടിച്ച് ആയിരക്കണക്കിന് ഏക്കറുകൾ അവരുടെ ജീവിതത്തിൽ അവർ കൂട്ടുമ്പോൾ ഇല്ലാത്തവരുമുണ്ട്, ഇല്ലാത്ത വ്യക്തന്മാരുമുണ്ട്, വീടില്ലാത്തവരുണ്ട്, അത് കിടന്നിറങ്ങുവാൻ കഴിവില്ലാത്ത അത് സ്ഥലമില്ലാത്തവരുണ്ട്, കിടക്കുവാൻ ഒരു വീട് വെക്കാൻ നിവർത്തി ഇല്ലാത്തവരുണ്ട്. എന്നാൽ അതിലേക്ക് അതേ 10,000-കണക്കിന് ഏക്കറുകൾ മേടിച്ച് സൂക്ഷിച്ച് ലോകത്തിന്റെ ന്യായാധിപന്മാരെക്കാൾ ന്യായാധിപന്മാരായിരിക്കുന്ന ഭക്തന്മാരുടെ ഭൂമിയിലുണ്ട്. അങ്ങനെയുള്ളവരുടെ ദൈവനാമം വിളിച്ചു പറയുന്നു. അതിൽ ജനമേ, നിങ്ങളോട് ദൈവത്തിന്റെ വചനം ചോദിക്കുകയാണ്. ഇങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാം ഉണ്ടാക്കിയത് അത് നാശനത്തെ ഒരു ശശിപാസ് പറഞ്ഞല്ല, ദൈവത്തിന്റെ വചനത്തിന്റെ വ്യാഖ്യാനങ്ങൾ ദൈവാത്മാവിനാൽ എന്റെ ഉള്ളിൽ പറഞ്ഞിട്ട് ഞാൻ പറയുകയാണ്. പലർക്കും പലതരത്തിൽ വ്യാഖ്യാനിക്കാം. ചിലർ പറയാറുണ്ട്, ഞാൻ ചിലരോടൊക്കെ ചോദിക്കുമ്പോൾ ചിലർ എന്നോട് പറയാറുണ്ട്, ആലയം വളരണമെങ്കിൽ അതേ കാലയിൽ സാധനം കൊണ്ടുവന്നാലല്ലേ ആലയം വിളിക്കും. ജ്ഞാനം വിളിക്കാൻ വേണ്ടി സാഹചര്യം ഉണ്ടാക്കി സാഹചര്യം പാസ്റ്റർ സമ്മതിച്ചില്ലെങ്കിൽ പാസ്റ്റർ വിട്ട് ചെയ്യുക ടീക്കന്മാരും ഉപദേശന്മാരും പാസ്റ്റർമാരുമായിട്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാണ്, ഇന്ന് പകൽക്കാലം നമ്മൾ തീരുമാനമെടുക്കണം. ഈ ലോകത്തിന്റെ ഒരു തരവും രണ്ടു തരവും അല്ല നമ്മളെ വിളിക്കപ്പെടുവാനല്ല ദൈവം വിളിക്കപ്പെട്ടത്. ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിന്റെ നടുവിൽ യേശുവിനെ സാക്ഷീകരിക്കുന്നത് എന്നെ വിളിക്കപ്പെട്ടുവെന്ന് അതിന് ദൈവത്തിന്റെ വചനം പഠിക്കുക. എന്റെ ആലയം പ്രാർത്ഥനാലയമാണ്. യേശു തന്റെ ഗിരിപ്രഭാഷണങ്ങളിലൂടെ തന്റെ ഭക്തന്മാരോട് ഉപദേശിക്കുകയാണ്. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി. കുരുടന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവന്റെ അടുക്കൽ വന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഇരിക്കുന്ന കാലം പുതിയതായ അനപ്പുറങ്ങൾ കടന്നു സഹോദരനോട് പറയുന്നു, ഈ ഏതവസ്ഥയുടെ കഴിഞ്ഞ ജീവിതങ്ങളിൽ നീ രക്ഷപ്പെടാമെന്ന മാർഗം എഴുതി മുമ്പിൽ യാത്ര ചെയ്ത് മുമ്പിൽ അവിടെ ഒക്കെ വാതിലെല്ലാം അടഞ്ഞു കിടക്കുന്നു. നീ ഇപ്പോൾ സകലത്തിലും മുടന്തായിരിക്കുന്നുവെങ്കിൽ, നീ ദേവാലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ, നീയും നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടുന്ന ദിനത്തിലേക്ക് സ്വർഗത്തിലെ പരമപിതാവിന്റെ ശക്തി നിന്നെ പയ്യപ്പെടുന്ന ദിനങ്ങളുണ്ടെന്ന് ആത്മാവിനോട് ആലോചന വിളിച്ചു പറയാം. വിശ്വസിക്കുന്ന ദൈവത്തെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ അവരെ സൗഖ്യം. അല്ലെങ്കിൽ ദൈവാലയത്തിന്റെ അകത്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, അതേ വിശ്വസ്തയോടുകൂടെ ആണെങ്കിൽ, നേരോടുകൂടെ ആണെങ്കിൽ ദൈവം അവന് സൗഖ്യം വരും. അതേ അകത്ത് കിടക്കുന്ന അഴുക്കിനെയൊക്കെ എന്ത് ചെയ്യണം? ഇപ്പൊ ഹൃദയത്തിൽ ചിലതൊക്കെ നിർമ്മിച്ച് വെച്ചിരിക്കുന്ന ചില അഴുക്കുകൾ ഇവിടെ ഇരിക്കുന്ന പല മാതാവിന്റെയും പല കുഞ്ഞുങ്ങളിലും ചില സഹോദരന്മാരുടെ ഒക്കെ ഇടയിലുണ്ട്. ഇതെല്ലാം എടുത്ത് പറഞ്ഞു അതേ ദൈവം സൗഖ്യം പറഞ്ഞു. സന്തോഷമുള്ളവരെ സാധനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന സാധനം മാത്രമല്ല, നമ്മുടെ അകത്ത് തൂക്കി വെച്ചിരിക്കുന്ന ചില സാധനങ്ങൾ കൂടെ ഉണ്ട്. നിങ്ങൾ സ്വന്തം വരില്ല. അപ്പൊ ഞങ്ങളൊന്നും അതൊന്നും ഇല്ല. ഉണ്ടോ ഇല്ലെന്നുള്ളത് തെളിയിക്കാൻ ഇവിടെ നിൽക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന് കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ നിങ്ങൾ നിരൂപിച്ചു വെച്ചിരിക്കുന്ന ചില അഴുക്കുകളായിരിക്കുന്ന ചില പ്രവൃത്തികൾ, നിങ്ങൾ ചിന്തിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ചില പ്രവൃത്തികൾ ദൈവത്തിന്റെ ആത്മാവിനോട് ഈ പലകാലം ഈ പറയട്ടെ വിളിച്ചു പറയുന്നു. അതിനെ ചാപ്പി അതേ പ്രവൃത്തി കളഞ്ഞ് ഈ ശുദ്ധമാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നടക്കില്ലെന്ന് പറയുന്ന ഏത് വിഷയത്തിന്റെ നടുവിൽ നിന്ന് നടത്തിക്കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു പിതാവായ പുത്രനല്ല, പരിശുദ്ധാത്മാവില നമ്മൾ വിശ്വസിക്കുന്ന മനസ്സിലായ വരുവാൻ സാധ്യത. അവൻ ഇതിനെ അഴുക്കിനെ ചവിട്ടി പുറത്താക്കി ബന്ധിക്കുന്നവര്, ഉടമ്പുള്ളവരും അല്ലെങ്കിൽ നടക്കാൻ കഴിയാത്തവര്, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തവരൊക്കെ അവന്റെ അടുക്കൽ പയ്യെ എന്ത് ചെയ്തു? ഇഴഞ്ഞു ചെന്നു. അങ്ങനെയാണെങ്കിൽ ഇഴഞ്ഞു വരുന്നവന് സൗഖ്യം കൊടുക്കുന്നതാണ് ദേവാലയം. മനസ്സിലായവരെ ഓർത്ത് സ്വന്തം ചെയ്യാൻ യേശു അല്ലെങ്കിൽ ഇഴഞ്ഞു വന്നവന് സൗഖ്യം കൊടുത്ത് എഴുന്നേറ്റ് ആ അത്ഭുതത്തിന്റെ കാര്യം ഈ പകൽക്കാലം ചിലരെ പ്രവർത്തി
പ്രവർത്തിക്കുക. ഇന്നേ ഭൂമിയോളം ഇടയിൽ ഇറങ്ങി വന്നതിന്റെ കാര്യം വിശ്വസിക്കുന്ന ദൈവജനത്തെ ഓർത്ത് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ പാപം എത്ര കടുത്തോപ്പായാലും ഹിമം പോലെ വെളുപ്പിക്കുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് ഞാൻ വിശ്വസിക്കുന്ന ദൈവജനത്തെ ഓർത്ത് സ്തോത്രം. ഒരു വാക്യം കൂടെ വായിച്ചാണ്. എല്ലാ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവൻ ചെയ്ത അത്ഭുതങ്ങളെ ദാവീദുപുത്രന്റെ വശനായില് ഈ സൗഖ്യമാലയൊക്കെ തെളിച്ചു വളർന്ന് കണ്ടപ്പോ എവിടെയും പുരോഹിതന്മാർക്കും അതേ ഡിക്കന്മാർക്കും ഇരിപ്പുണ്ടായില്ല. അവര് പറയുന്ന വാക്കുകൾക്ക് അദ്ദേഹം ജനം ചെന്നു കൊടുക്കാതെ വന്നു. ഇന്നും അങ്ങനെ വരും. ഇതുപോലെ ദൈവവചനത്തിന്റെ പ്രവൃത്തികൾ ഭൂമിയിൽ വെളിപ്പെടാൻ ദൈവമക്കളെ എഴുന്നേൽക്കുമെങ്കിൽ ഇതിന്ന് ഭൂമിയിൽ വെളിപ്പെടും. ഈ ഉന്നതന്മാരായിരിക്കുന്ന പലരുടെയും അകത്തിരിക്കുന്ന ചിലതൊക്കെ പുറത്ത് ചപ്പിക്കളയേണ്ടതുണ്ട്. അത് ജനം എഴുന്നേൽക്കണമെന്ന് ആത്മാവിൽ ഞാൻ ആലോചന പറയാം. ഈ ലോകത്തിന്റെ അതേ സ്വരൂപം നിന്നെ രക്ഷിക്കില്ല എന്ന് ലോകത്തിൽ ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തി യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ലോകമൊന്നും നമുക്ക് രക്ഷയല്ല. രക്ഷപ്പെടുത്തുവാൻ അതേ അതേ ആകാശത്തിന് മുകളിൽ അതേ ഭൂമിക്ക് ആകാശത്തിന് കീഴില് ഭൂമിക്ക് മുകളിൽ ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് എന്റെ യേശുവിന്റെ നാമം. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ മാത്രം അന്ധകാരങ്ങൾ മാറട്ടെ പ്രിയമുള്ളവരെ. ബന്ധനങ്ങൾ ഉടയട്ടെ. നിന്റെ കുടുംബത്തിനകത്ത് ബാധിക്കപ്പെട്ടിരിക്കുന്ന ഏതുവിധമായിരിക്കുന്ന കുരുടിന്റെ അവസ്ഥകളിൽ യേശു ചവിട്ടിപ്പുറത്താകട്ടെ. ഹല്ലേലൂയ. അധികാരം ദൈവം നമ്മുടെ മുമ്പിൽ നമ്മുടെ നാവിന്റെ അറ്റത്ത് തന്നിരിക്കാം. ഈ അധികാരത്തിനകത്ത് ഏതെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അതിനെ ഇന്ന് പുറത്ത് ചവിട്ടി കളയുവാൻ തക്കവണ്ണം ആത്മാവ് ഇടവെത്തണം. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഇവിടെ കേൾക്കപ്പെട്ടത് അതേ ദൈവത്തിന് മഹത്വം ജനം കൊടുക്കാൻ തുടങ്ങിയപ്പോ ഈ പുരോഹിതന്മാർക്ക് ശാസ്ത്രിമാർക്കും പരീക്ഷമാർക്കൊക്കെ മനസ്സിലായി ഇനി ഞാൻ വിളിച്ചാൽ ജനം എത്തിയില്ല, വരില്ല. ഈ ലോകത്തിന്റെ കച്ചവട സ്ഥാപനമല്ല ബൈബിൾ. ബൈബിൾ യേശുവിനെ ആരാധിക്കാൻ നിന്നത്, ബൈബിൾ യേശുവിനെ പ്രസംഗിക്കാൻ, യേശുവിന്റെ ഉപദേശത്തെ കുറിച്ച് പബ്ലിക്കായിട്ട് ദൈവാലയങ്ങളിൽ വിളിച്ചു പറയാൻ യേശുവിന്റെ ദൈവത്തിന് എനിക്ക് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനായിട്ട് അധികാരം തന്ന് എന്നെ നിങ്ങൾ ഭൂമി നിർത്തപ്പെട്ടിരിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവപ്രേരണയോട് ഞാൻ ദൈവത്തിന് പ്രാർത്ഥന ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചത് പുറത്തിറങ്ങിയിട്ട് ഒറ്റ സ്ഥാപനം ദൈവസഭ നടത്തുന്ന കാലം ഞാൻ നിൽക്കുന്ന കാലം എന്റെ കർത്താവിന്റെ സഭയ്ക്കകത്ത് യേശുക്രിസ്തുവിനെ ആരാധിക്കാൻ സമയം തരുന്നത് വരെ ലാലം വിളിക്കില്ല. ഞാൻ തീരുമാനിച്ചത് സഭയുടെ കർത്തൃത്വം അല്ലെങ്കിൽ ആർക്കും വിട്ടുകൊടുക്കുവാൻ ദൈവാത്മാവിനെ ഞാൻ ഇടവരുത്തേ ഇല്ലെന്ന് ഞാൻ ദൈവത്തോട് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ചില യുനാനി പരിപാടികൾ അറ്റ് പലരും വരുന്നതിനകത്ത് കടന്നു വരുമ്പോ ഞാൻ അവരോട് അപ്പോഴും തന്നെ മറുപടി ചോദിക്കുന്നു. ദൈവസഭ വളരണം, ദൈവജനം വിടുതൽ പ്രാപിച്ച് നിലനിൽക്കണം. അതിനാൽ ഒരു ദൈവപുരുഷനായി ഒരു ദൈവഭക്തനായി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളായിരിക്കുന്ന ഞങ്ങള് ഓരോരുത്തരെയും കണ്ട നാൾ മുതൽ വിളിക്കപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഈ പുൽപ്പറ്റിന്റെ താരയിൽ ഇരിപ്പാൻ ദൈവം നമ്മളെ ഇടപെട്ടത് എന്തെന്നറിയാം. ദൈവം ഏൽപ്പിച്ച ദൗത്യം ഇന്ന് വരെ പൂർത്തിയേൽപ്പാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിൽ ദൈവം എന്നെ ഇടപെടുത്തിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ വരികളെ പറയുമ്പോൾ സമയമില്ലാത്തത് പെട്ടെന്ന് നിർത്തേണ്ടതുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞത്. അപ്പോൾ തന്നെ പൗലോസ് ധനാഠ്യനായ പൗലോസ് ഒന്നുമില്ലാത്തവരായ ദരിദ്രനെ പോലെ മറ്റുള്ളവരുടെ ഇടയിലിറങ്ങി അതേ സുവിശേഷം പ്രസംഗിക്കേണ്ടതിന് തന്റെ കടലിൽ താൻ അതേ തൊഴിൽ ചെയ്ത് താൻ എന്ത് ചെയ്തു സഭയെപ്പോൾ ചെയ്യുന്ന ദൈവവചനം പഠിപ്പിക്കുന്ന ഇന്ന് അത് ചെയ്യുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം എനിക്ക് അവകാശം തന്ന് അതുകൊണ്ട് എനിക്ക് ശക്തമായി പറയുവാൻ കഴിയും. അല്ലെങ്കിൽ ആർക്കും അതിന് അതേ പറഞ്ഞുകൂടുവാൻ കഴിയാത്ത ദൈവത്തിന്റെ പ്രവൃത്തി അനുഭവപ്പെട്ടവണ് ആത്മാവിന്റെ ശക്തി അതിൽ എന്നോട് കൂടെയുള്ളത് എനിക്ക് വിശ്വാസമുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ അധികം മറ്റുള്ളവർക്ക് പകരുവാൻ ദൈവം അധികാരം തന്നു. ഹല്ലേലൂയ. ഇവിടെ സമർപ്പിക്കുന്നതിൽ അധികമായി മറ്റുള്ളതിന് വേണ്ടി ചെലവിടുവാനും സ്വർഗ്ഗത്തിൽ ദൈവം എനിക്ക് അധികാരം തന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് വ്യക്തമായി പറയുവാൻ കഴിയും. ആരുടെയും ധനത്തിന് വേണ്ടി പ്രസംഗിക്കാൻ പോയിട്ടില്ല, ആരുടെയും ധനത്തിന് വേണ്ടി വിടുതൽ കൊടുക്കാനും പോയിട്ടില്ല, ആരുടെ ധനത്തിന് വേണ്ടി അതിനെ ആശ്രയിക്കുവാനും അതിന്മേൽ തൂങ്ങുവാനും അതിനോടൊപ്പം അതിനെ പിന്തുടരുവാനും ദൈവം എനിക്ക് അവകാശം തന്നിട്ടില്ല. ഞാനത് ഏറ്റെടുത്തിട്ടുമില്ല. ഇന്നും അതിൽ തൊടാതെ ദൈവത്തെ പുകട്ടുക സ്വർഗ്ഗമെന്റെ അവസരം തന്നിരിക്കും.
ദൈവസഭയ്ക്കകത്ത് അനിപ്പോ ചെറുപ്പോ ഇവിടെ ഇരിക്കുന്ന അല്പം ധനവാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ ആരുമില്ല. ഹാലലുയ. എല്ലാവരും ഒരേ കണ്ണിൽ കാണുവാൻ സ്വർഗ്ഗം എനിക്ക് അവകാശം തന്നു. അതുകൊണ്ട് ഇവിടെ യേശു അത്ഭുതം ചെയ്ത് യേശുവിന് അതേ സ്വീകരിക്കാൻ പലരും തുടങ്ങിയപ്പോൾ യേശു ഉള്ളില്ലാത്തവനെന്ന് അല്ലെങ്കിൽ അവൻ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് ഒരു കൂട്ടർ എന്തെങ്കിലും മറുവശത്ത് പോയിട്ടേ. അതുപോലെ ദൈവവചനം കേൾക്കുന്ന ദൈവജനത്തോട് പറയുന്നു, കർത്താവിന്റെ ഈ കൽപ്പന അല്ലെങ്കിൽ ഈ പ്രവർത്തനം അല്ലെങ്കിൽ ഈ അതേ പ്രവൃത്തി നമ്മൾ ആരും മറന്നു കളയരുത്. ഇത് ആലയമാണ്. ആലയത്തിൽ നമ്മൾ കൊള്ളക്കാർക്ക് വേണ്ടിയുള്ള അവസരം നമ്മൾ കൊടുക്കും. നമ്മുടെ വീട്ടിനകത്ത് ഒരു കള്ളൻ കയറി വരുവാൻ വേണ്ടി നമ്മൾ അവസരം കൊടുക്കാൻ പാടില്ല. അതുപോലെയാണ് അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു കള്ളനെ ഇതിനകത്തോട്ട് വരുത്തി നമ്മൾ അതിനകത്ത് നിന്നും അതേ കാര്യം വ്യാപാരം ചെയ്യുവാൻ വണ്ണം നമ്മൾ ശ്രമിക്കുന്നുവെങ്കിൽ ദൈവം ഒരു നാൾ ചവിട്ടി പറമ്പാണ്. അതുകൊണ്ട് അടുത്തുള്ളവർ പറഞ്ഞു കേൾക്കണം, പല നാൾ കള്ളം ഒരു നാൾ തീരും പിടിക്കപ്പെടും. സന്തോഷമുള്ളവരെ ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വേദന അറിയുന്ന, നിങ്ങളുടെ മുറിവുകൾ അറിയുന്ന യേശു ആരെ നോക്കിയിട്ടാ ഇതെല്ലാം ചെയ്തത്? യേശുവിടെ ആയിരുന്ന അല്ലെങ്കിൽ ഈ പുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീക്ഷന്മാരും പ്രാർത്ഥന എന്ന പേരും പറഞ്ഞ് പ്രാർത്ഥന നടക്കുന്നുവെങ്കിൽ ഈ രോഗികൾക്കോ ഈ മുടന്തായിരിക്കുന്ന മനുഷ്യർക്കോ സൗഖ്യം കൊടുക്കുവാൻ വേണ്ടി അവരെ ഒന്ന് ആദരിച്ച് അവരെ മഹലില് ആലയത്തിലേക്ക് കൂട്ടി വരുത്തി അവർക്ക് വേണ്ടി ഒന്ന് മന്ദിരം ചെയ്യുവാനോ ഒന്ന് പ്രാർത്ഥിക്കുവാനുള്ള അവസരം കണ്ടെത്താതെ അവരുടെ ലക്ഷ്യം ഏതായിരുന്നു? അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? ബിസിനസ്സായിരുന്നു. ഇന്ന് ഇതുപോലെ അനേക അല്ലെങ്കിൽ മിനിസ്ട്രികളിലെ കൂട്ടായ്മകളിലൊക്കെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കാം. ഒരു കുപ്പി വെള്ളത്തിന് 100 രൂപ, ഒരു കപ്പ് ഉപ്പിന് അല്ലെങ്കിൽ 150 രൂപ, ഒരു അല്പം തേനിന് 350, 550, ഒലിവെണ്ണയ്ക്ക് അല്ലെങ്കിൽ ആയിരക്കണക്കിന് രൂപകൾ മേടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കൊടുക്കുന്നുവെങ്കിൽ ഞാൻ ചിന്തിക്കണം, ഇതൊക്കെ ദൈവസ്നേഹമല്ല, ദൈവപ്രവൃത്തിയാണ്. യേശു വരണം എണ്ണ വിറ്റും ഉപ്പ് വിറ്റും പഞ്ചസാര വിറ്റും ഒന്നും യേശു തേന് വിറ്റും ഒലിവ് എണ്ണ വിറ്റും ഒന്നും യേശു ആർക്കും ഉപദേശം പറഞ്ഞിട്ടില്ല, യേശു കേട്ടിട്ടില്ല. വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ സ്വാതന്ത്ര്യം ചെയ്യുകയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ പറയും അല്ലെങ്കിൽ മറ്റുള്ളവരെ അല്ലെങ്കിൽ അപ്പാവായ യേശു ക്രിസ്തു അനീതിയോട് എതിർത്ത് സത്യത്തിന് വേണ്ടി പോരാടി. അപ്പൊ ഈ അനീതി കണ്ടാൽ ഞാൻ വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ ഈ ജനവും നിങ്ങളും നാളെ എന്ത് ചെയ്യും? ആ രീതിയിലേക്ക് പോകും. നിങ്ങൾക്ക് എണ്ണ വേണം, വെള്ളം വേണം, നിങ്ങൾക്ക് ഉപ്പ് വേണം, പഞ്ചസാര വേണം, ഒലിവെണ്ണ വേണം, തേന് വേണമെങ്കിൽ നിങ്ങൾ കൊണ്ടുവരണം. അല്ലെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ച് മേടിച്ച് കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഉള്ള സ്ഥലത്ത് മേടിച്ചോണ്ട് വരാൻ പെട്ടെന്ന് പറഞ്ഞേക്കാം. അതാ ദൈവകൽപ്പന. ഞാനവിടെ 5 ദിവസം ഞാൻ ഉപവസിച്ചിരുന്നിട്ട് കുറെ കാലം കുപ്പി മേടിച്ച് കുറെ കിണറ്റിലെ വെള്ളവും കോരി വെച്ചിട്ട് പ്രാർത്ഥിച്ചു വെച്ചിരിക്കുക. അല്ലെങ്കിൽ നീ വന്നെല്ലാം കണ്ടിട്ട് നീ അവിടെ ചെന്ന് അത് മേടിച്ചോണ്ട് വീട്ടിൽ കൊണ്ടുപോയി രക്ഷ വരുമെന്ന് വെച്ചാൽ രക്ഷ വേറെ ആയിരിക്കും. പിന്നെ ജാതിയെ പോലെ ഇരുന്ന പോലെ പിന്നെ ജാതിയെ പോലെ ഇരുന്ന പോലെ നമ്മളെ ജാതികളെ കുറ്റം പറയുന്നു. നമ്മളിപ്പോ ജാതികളെ പോലെ ആയിത്തീരുന്നു. നമ്മൾ ചിന്തിക്കണം, യേശുവിന്റെ പേര് മാത്രമേ ഉള്ളൂ, ആത്മാവ് വേറെ ആയിരിക്കും. സന്തോഷമുള്ളവരെ വന്ന് സ്വാതന്ത്ര്യ ആത്മാവുള്ളവർക്ക് ആത്മാവിന്റെ ഉപദേശം ഉണ്ടാകും. ഉപദേശം കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സന്തോഷമുള്ളവരെ വന്ന് സ്വാതന്ത്ര്യം. അതെങ്കിലും നിങ്ങൾ പഠിച്ചല്ലോ, അതുകൊണ്ട് സ്വാതന്ത്ര്യം. ഹല്ലേലൂയ ഹല്ലേലൂയ. വായിച്ചാട്ടെ. ഇവർ പറയുന്നത് കേൾക്കുന്നുവോ എന്ന് അവരോട് ചോദിച്ചു. യേശു അവരോട് ശിശുക്കളെയും മുലകുടിക്കുന്നവരെയും വായിൽ നിന്ന് കണ്ട നീ പുകഴ്ച ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഒരു ഭാഗത്ത് പലരിൽ നിന്നും നമ്മൾ പുകഴ്ച അറിയിക്കാൻ വേണ്ടി നമ്മൾ പലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദോഷമാണ്. നമുക്കിവിടെ ഈ ലോകത്തിന്റെ ആരുടെ പുകഴ്ച ഒന്നും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബത്തിന്റെ പുകഴ്ച എനിക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ ഒരിക്കലും രക്ഷിക്കപ്പെട്ട യേശുവിന്റെ സ്നേഹവും അവന്റെ പ്രവൃത്തിയും എന്റെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചാൽ അതുണ്ടാകില്ല. ഈ ലോകത്തിന്റെ നിങ്ങളുടെ പുകഴ്ചയേക്കാൾ അധികം പുകഴ്ത്തുന്ന ഒരു ദൈവത്തിന്റെ വചനപ്രകാരം ഭൂമിയിൽ നിലനിന്ന് ആ ഭൂമിയിൽ അത് വിളിച്ചു പറയുന്നുവെങ്കിൽ അതിനേക്കാൾ അതിൽ പുകഴ്ച ഭൂമിയിൽ ഏറ്റവുമില്ല. അതിൽ ഈ ഭൂമിയിൽ തലചേരിക്കേണ്ടി വന്നാൽ നിന്റെ കൈകാലുകൾ നഷ്ടപ്പെട്ട് വേണ്ടി വന്നാൽ അതിൽ ഭയപ്പെടുന്നത് അടി ചെയ്ത യേശുവിന്റെ നാമത്തെ ഈ ഫലക്കാട് അല്ലപ്പതിനെ വിളിച്ചു പറയുന്നു. ലോകത്തെക്കാൾ ലോകത്തിന്റെ പ്രവൃത്തികളെക്കാൾ അധികം സ്നേഹിക്കുന്ന യേശു എന്ന രക്ഷിതാവിന് സ്വന്തം രക്ഷിതാവ് സ്വീകരിക്കാൻ മനസ്സുള്ള ദൈവത്തിന്റെ ഓർത്തിനെ സ്വാതന്ത്ര്യം
ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പതനം ഇടയിട്ടിരുന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ തൊടട്ടെ പ്രിയമുള്ളവരെ. ദൈവത്തിന്റെ പരിശുദ്ധമാണ് നമ്മളെ തൊടട്ടെ, സംരക്ഷിക്കുക, നമ്മുടെ തലമുറകളെ വീണ്ടെടുക്കട്ടെ. ആളുകൾ നമ്മളിതെല്ലാം കാണാറുണ്ട്, കണ്ടിട്ട് നമ്മൾ കാണാത്തവരെ പോലെ ആകരുത്. അതേ പ്രൈസ് ദി ലോർഡ്. മത്തായി ശിക്ഷ 5-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ പുരുഷാരത്തെ കണ്ടാറേ മലമേൽ കയറി അവൻ എഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവാമൊഴിഞ്ഞ് ആരോട് ഉപദേശിക്കുന്ന ശിഷ്യന്മാരോട് ഉപദേശിച്ച് പറഞ്ഞത് എന്തെന്നാൽ ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യമുള്ളവർ. ഇവിടെ ഇരിക്കുന്നവരോട് ദൈവജനത്തോട് ഞാൻ ചോദിക്കാം, നിങ്ങൾ ആത്മാവിൽ നിങ്ങൾക്ക് ഒരു ദരിദ്രത ഉണ്ടാകണം. ദൈവത്തെ ആരാധിക്കണമെന്നുള്ളൊരു ദൈവസ്നേഹം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകണം. ലോകത്തിലെ രോഗം ഇങ്ങനെ പടർന്നുകൊണ്ട് പന്തലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ എന്റെ ദൈവമാണ് എന്നെ സൂക്ഷിക്കുന്നുവെന്ന് ഒരു ബോധ്യം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകുവാൻ ആത്മാവിന്റെ പുറക്കാലം നിങ്ങളെ സന്ദർശിക്കേണ്ടവരെ അതെ ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യമുള്ളവർ സ്വർഗരാജ്യം അവർക്കുള്ളത്. ഈ ദരിദ്രരാണോ സ്വർഗരാജ്യം നൽകുന്നത്? സ്വർഗരാജ്യത്തിൽ പോകും. ഈ ലോകത്തിലെ സമ്പന്നന്മാരിൽ ആശ്രയിക്കുന്ന അനേക ജനങ്ങളുണ്ട്. അവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെവി കൊടുക്കുന്ന ഒരു കൂട്ടരുണ്ട്. ധനവാ സ്വർഗരാജ്യം പോകില്ല എന്ന് ബൈബിൾ എഴുതി വെച്ചിട്ട് കാണുന്ന ഈ ലോകത്തിലെ അതേ ദരിദ്രനായിരിക്കുന്ന മനുഷ്യൻ ചെല്ലുമെന്ന് ദൈവവചനത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്കറിയാം, എരികോവിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ചുങ്കപ്രമാണിയായ സക്കായിയെ ദൈവത്തിന്റെ ആത്മാവ് സംരക്ഷിച്ചു. അവൻ ദൈവത്തെ കണ്ടപ്പോൾ തന്നെ അവൻ മടക്കി വെച്ചിരുന്ന ആയിരക്കണക്കിന് ഏക്കറുകളും ആയിരക്കണക്കിന് സമ്പാദ്യങ്ങളും സ്വർണവും അതും ഇതുമായിരിക്കുന്ന പല സ്വരൂപങ്ങളും എല്ലാം അപ്പോഴവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ 4 മടങ്ങ് എന്ത് ചെയ്തോളാം, ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ മടക്കി കൊടുത്തോളാം. വല്ലതും വീണ്ടും ചതുവായിരിക്കുന്നെങ്കിൽ അതും കൂടെ ഞാൻ എന്ത് ചെയ്തോളാം. നീ ചവിട്ടി പുറത്താക്കുന്നു, ഞാൻ എന്ത് ചെയ്തോളാം, ചവിട്ടി പുറത്താക്കുക. തീരുമാനമെടു. എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവജനമേ, എന്റെ ശബ്ദത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ തീരുമാനമെടുക്കുന്ന പകൽക്കാലം ആവശ്യമില്ലാതെ എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ കളങ്കമായി ഞാൻ എന്തെങ്കിലും സമ്പാദ്യമായോ ജീവിത വഴികളോ ചിന്തിച്ചു വെച്ചിരുന്ന ഇതൊക്കെ ഞാൻ പുറത്താക്കി ഞാൻ എന്റെ യേശുവിന് വേണ്ടിയിട്ട് യേശുവിന്റെ സത്യമുള്ള ഒരു മകനായി നിലനിൽപ്പാൻ തക്കവണ്ണം ആത്മാവിൽ ഞാൻ ദരിദ്രനായിരിക്കുന്ന ഒരു മനുഷ്യനായി തീരുമാനം ആത്മാവിൽ പ്രഖ്യാപിക്കുന്ന ഒരു ദൈവ തലയോട് ഞാൻ ദൈവത്തിന് സാധ്യം ചെയ്യാം. പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? വിടിവിക്കാൻ ദൈവം. ചോദിക്കാൻ മനസ്സുണ്ടോ? കരം ദൈവത്തിന് കരം ആത്മാവുണ്ട്. അതുകൊണ്ട് അവിടെ പറഞ്ഞ ആത്മാവിൽ ദരിദ്രനായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നീ എന്താണ് നീ ചോദിക്കുന്നോ അത് തരാൻ ദൈവശക്തന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഃഖിക്കുന്നവർ ഭാഗ്യമുള്ളവർ, അവർക്ക് ആശ്വാസം പകരുന്നവനായിരുന്ന ദൈവം. ഇന്ന് നമ്മളെ കാലം കൊറോണ പിടിച്ച് ദൈവജനം വളരെ പലയിടത്തും ആശുപത്രിയിൽ ഒരു നേരത്തെ മരുന്നിന് വകയില്ലാതെ ആശുപത്രിയുടെ നടകൾ ചെന്ന് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ജനമോടുമ്പോൾ ഉന്നതന്മാരായിരിക്കുന്ന ദൈവഹാലയിലെ സാക്ഷ്യത്തിനായി എനിക്ക് നിങ്ങളെ എന്നെ പോലെ ആയിരിക്കുന്ന പലരുടെയും കയ്യിൽ പല സാമ്പത്തികങ്ങൾ വന്നിട്ടും അവരെ കണ്ടിട്ട് കാണാത്തവരെ പോലെ പോകുന്ന പ്രവാചകന്മാരോട് ശുശ്രൂഷകന്മാരോട് ദൈവത്താവനായ ആലോചന വിളിച്ചു പറയുന്നു. ദേവരുടെ കണ്ണിന് അതേ ഭൂമിയിൽ അതേ ശാപമായിത്തീരുന്ന ഭൂമിയിൽ രോഗവും രോഗമൊക്കെ പറന്നുകൊണ്ടിരുന്നിട്ട് നിങ്ങൾക്കൊരു ഓർമ്മയുണ്ടാകണം. അതിൽ യേശുവിന്റെ വചനം എന്താണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദരിദ്രനും മരിക്കുന്നു, ഉന്നതനും മരിക്കുന്നു. ഹല്ലേലൂയ. നീ ഉന്നതനായി മരിച്ചാൽ ചിലപ്പോൾ നിന്റെ വീട്ടിൽ കുറെ കാറുകളും കുറെ ആളുകളും കുറെ പ്രാർത്ഥിക്കാൻ ഉപദേശിക്കാൻ കുറെ ഭക്തന്മാരെന്ന് പേരുള്ള പലരും നിന്റെ വീട്ടിനകത്ത് വന്നേക്കാം. ഹല്ലേലൂയ. ഇത് നിനക്ക് ഏറ്റവും വലുതാണ്, ഇത് നിനക്ക് സ്വർഗത്തിൽ ഏറ്റവും വലുതെന്ന് നിനക്ക് തോന്നിയേക്കാം. ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ഈ ദരിദ്രൻ ഹല്ലേലൂയ ഒന്നുമില്ലാത്ത ദരിദ്രന്റെ പ്രാർത്ഥന കേട്ട സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനപ്രകാരം നാം ഒന്ന് ചിന്തിക്കേണ്ട ഒരു ദൈവ കുടുംബം എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ദൈവ കുടുംബം ദൈവഭൂട്ടാനായി ജനിക്കുന്ന ദൈവജനം ചിന്തിക്കേണ്ട ഒരു ബോധമുണ്ടാകണം. ഹല്ലേലൂയ. ഈ ധനവാന്റെ പ്രാർത്ഥനയല്ല കേട്ടത്, ഈ ദരിദ്രന്റെ പ്രാർത്ഥന കേട്ടതാ. അതുകൊണ്ട് ഈ ദരിദ്രനായിരിക്കുന്ന മനുഷ്യൻ സ്വർഗത്തിൽ പോകുമ്പോ എനിക്കിവിടെ കൈകൊട്ട് ആരാധനയും എനിക്ക് പാട്ടും ഹല്ലേലൂയ അത് നല്ല അടക്കം ചുറ്റിട്ട് ഈ ലോകത്ത് പുകട്ടുമ്പോ അതിൽ പുകട്ടപ്പെടാത്ത ഈ ഭാര്യയെന്ന് നീ മുദ്രയിട്ട് അതിൽ അടിക്കൽ കുടുംബമെന്ന് നീ മുദ്രയിട്ട് ഈ കുടുംബമായിട്ട് സ്വർഗരാജ്യത്തിന് ഒന്നാമത് വെക്കപ്പെടുന്നു. ഈ മറന്നു
ഈ ലോകത്തിലെ ധനവും പണവും എല്ലാം നിനക്ക് ചിലപ്പോ അല്ലെങ്കിൽ നിനക്ക് നല്ലതെന്ന് തോന്നിയേക്കാം. ഞാൻ പറയുന്നു, എനിക്കത് നല്ലതെന്ന് തോന്നുന്നില്ല. കാരണം ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതെല്ലാം ഈ ഭൂമിയിൽ നമ്മൾ എന്ത് അല്ലെങ്കിൽ പുടിമേൽ ഏൽപ്പിച്ചിട്ട് ഈ മണ്ണോട് മണ്ണ് ഏൽപ്പിക്കപ്പെട്ടിട്ട് ഈ ലോകം വിട്ട് നമ്മൾ യാത്ര ചെയ്യേണ്ട ഒരു കാലത്തിലേക്ക് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. എന്നാൽ അത് ഏത് സമയത്തൊന്നും ഏത് കാലത്ത് എപ്പോൾ സംഭവിക്കുമെന്ന് എനിക്ക് നിങ്ങൾ നിലച്ചിരിക്കാത്ത നായി അത് സംഭവിക്കുമെന്ന് എഴുതപ്പെട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പുറത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആലോചന പറയുന്നു. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് അടിസ്ഥാനമില്ലാത്തതൊന്ന് ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകരുത്. ഒരു ഭാഗത്ത് ക്യാൻസർ എന്ന മാരകമായ രോഗം സകല ജനത്തെയും കാത്തു നിന്നുകൊണ്ടിരിക്കുക. ഒരു ഭാഗത്ത് കിഡ്നി പരമായിരിക്കുന്ന അതേ അങ്ങനെ പരമായിരിക്കുന്ന പല രോഗങ്ങൾ ഒരു ഭാഗത്ത് മനുഷ്യന് രക്ഷപ്പെടാൻ വഴിയില്ലാതെ ഭാരത്തും നെറ്റത്തും അടിച്ചുകൊണ്ട് നിലവിളിക്കുമ്പോ ഹല്ലേലൂയ, ഈ ചിന്തിക്കണം. ഞാൻ നല്ല AC കാറുകൾ നമ്മൾ കറങ്ങുമ്പോൾ നമ്മെ പോലെ ആയിരിക്കുന്ന നാം സ്നേഹിക്കുന്ന ഒരാത്മാവ്, ഈ ലോകത്തിൽ ഒരാത്മാവ് നഷ്ടപ്പെട്ടാൽ ഭൂലോകത്തെക്കാൾ ഭൂലോകത്തിനേക്കാൾ വിലയുള്ള ഒരു ആത്മാവ് നഷ്ടപ്പെട്ടു വരിക. ഹല്ലേലൂയ, ദൈവം സഹിക്കുന്നതല്ല എന്നുള്ളൊരു ഓർമ്മ എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഒരാത്മാവ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തോടും ദൈവസഭയോടും ചേർന്ന സ്വർഗം ഈ ലോകത്തിനേക്കാൾ അധികം വില തന്ന് ആ മനുഷ്യരെ സൂക്ഷിക്കുന്നത് പോലെ എന്നെ നിന്നെ സൂക്ഷിക്കേണ്ടതിന് ഇന്ന് പകൽക്കാലം ആത്മാവിൽ ദരിദ്രരായിത്തീരുക. ദേവാലയത്തിനകത്ത് ശുദ്ധീകരണം ഉണ്ടാകട്ടെ. ദേവാലയം ശുദ്ധീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. യോഗ വിളിച്ചു പറഞ്ഞു, അതേ ജലപ്രളയത്തിന് സമയമെടുത്തിരിക്കുക. നിങ്ങൾ രൂപാന്തരപ്പെട്ട് നിങ്ങൾ ഞാൻ പറയുന്ന വാക്യങ്ങൾക്ക് ചെവിയാക്കണമെന്ന് യോഗാപതിയൻ വിളിച്ചു പറഞ്ഞപ്പോ യോഗയുടെ വാക്യം കേൾക്കാതെ മനുഷ്യൻ വീണ്ടും പഴയതുപോലെ തന്നെ പ്രവർത്തിച്ച് അവന്റെ ചിന്തകളെ പ്രവർത്തിക്കുക അവന്റെ സ്വരൂപത്തിലേക്ക് അവൻ ചായച്ചപ്പോ ലോകത്തിൽ അനുവാദിക്കുന്ന നാശം യോഗ പറഞ്ഞതുപോലെ അതായത് സമയത്ത് സംഭവിച്ചപ്പോ അതിന് ചിന്തയെ എന്നെ കൂടെ കേട്ടെന്ന് പറഞ്ഞാൽ അത് കഷ്ടപ്പെടാത്തതുപോലെ എന്നെ ആളുകളിൽ ശബ്ദം ശ്രദ്ധിക്കുന്ന ദൈവങ്ങളെ നീ ഇപ്രകാരമല്ല ദൈവത്തിന്റെ അല്ലാത്തവസ്ഥ നീ അങ്ങനെ ആയിരിക്കുന്നുണ്ട്. നീ ആ സമയത്ത് നീ ദൈവത്തെ രക്ഷിച്ചു വിളിച്ചാലും നിന്റെ വിളി ദൈവം കേൾക്കില്ല. സന്തോഷമുള്ളവരെ നിന്റെ വിളി ദൈവം കേൾക്കില്ല. ദൈവം കേൾക്കണോ? നീ ദൈവം സൗമ്യതയുള്ളവർ അവർ ഭൂമിയെ അവകാശമാണ്. ഇവിടെ പറഞ്ഞ നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്ന പക്ഷേ ഭാഗ്യവാൻ അവർക്ക് എന്തുവരും തീർത്തി വരും. അപ്പൊ നമ്മളെന്തിനു വേണ്ടിയിട്ടാണ് ഓടണം? നീതിക്ക് വേണ്ടി ഓടണം. അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്റെ വിട്ട് കടന്നു പോകാതെ മാറിപ്പോകുമെന്ന് പറയുവാനുള്ള ഇട ദേവാലയങ്ങളിൽ ദൈവമക്കളെ നിങ്ങളൊരു അവസരം ഒരുക്കി കൊടുക്കരുത്. എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ ഹല്ലേലൂയ എന്റെ ശബ്ദത്തിൽ അടങ്ങി ഇരിക്കുന്ന സഭയോട് പറയാൻ നമ്മൾ നിമിത്തം മറ്റൊരുവന് ആ ഒരു അവകാശം നമ്മൾ വിട്ടുകൊടുക്കരുത്. പിന്തുടരായ പിശാച് നമ്മെ പരീക്ഷയിൽ അകപ്പെട്ടു പോകുന്നതിന് പുത്രനെ ചുംബിച്ച് തീ പന്തക്കമാണ് ആത്മാവിന്റെ പകൽക്കാലം നമ്മളെ എല്ലാവരുടെയും ഇടപെടട്ടെ. ഹല്ലേലൂയ. കരുണയുള്ളവർ നമുക്കൊക്കെ പലപ്പോഴും ഒരു രോഗി വഴിയിലിരുന്ന് ഇങ്ങനെ ഭാരപ്പെട്ട് കണ്ണുനീരോടുകൂടി കരയുമ്പോ നമുക്ക് കണ്ണു തോന്നല്ലേ ആണ്. അവർ പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും കൊടുത്താൽ 10 രൂപയാണെങ്കിൽ 50 രൂപയാണെങ്കിൽ കൊടുക്കുമ്പോ അവർ പറയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചിലർ ചിലപ്പോൾ ശമിക്കുകയും ചെയ്യും. ആ ശാപം നമുക്ക് വലിക്കില്ല. കർത്താവിന്റെ വചനപ്പെടുത്തുന്നു നേരില്ലാത്ത ശാപങ്ങളൊന്നും ദൈവമക്കളെ തൊടുകയില്ല. സന്തോഷമുള്ളവരെ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞ കരുണയുള്ളവർക്ക് കരുണ ദൈവം പകരും. നമുക്ക് കണ്ട തോന്നൽ ഒരു മനുഷ്യനെ കണ്ട നമ്മൾ അല്ലെങ്കിൽ AC വീട്ടിൽ അല്ലെങ്കിൽ നല്ല AC റൂമുകളിൽ വാടകയ്ക്കെടുത്ത് അല്ലെങ്കിൽ 10,000 അല്ലെങ്കിൽ 15,000 രൂപ വാടകയ്ക്കെടുത്ത് നമ്മൾ സുഖമായി നിദ്രയിൽ ഉറങ്ങുമ്പോൾ നമ്മെ പോലെ ആയിരിക്കുന്ന അനേകവർ കണ്ണുനീരിന്റെ താഴ്വരെ ആശുപത്രിയുടെ തിരുവിധികൾ ഉറക്കമില്ലാതെ വണ്ണം നിലവിളിക്കുന്ന അവരെ ഓർത്തെങ്കിൽ അല്ലെങ്കിൽ നീ ചെലവിടുന്ന ഒരു വിഹിതം മാറ്റിവെച്ച് അങ്ങനെയുള്ള രോഗികളെ സഹായിപ്പത്തക്കവണ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നേ പകൽക്കാലം ഇടവരുന്ന തന്നെ പ്രിയമുള്ളവരെ ഹല്ലേലൂയ. നമ്മുടെ സ്വന്തം
ദേശത്താകട്ടെ, നമ്മുടെ അയൽവാസികളായിരിക്കുന്ന എന്ത് സ്ഥലങ്ങളിലായിരിക്കുന്നവരായിട്ട് ആരായാലും നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ കുടുംബങ്ങളാണ്. അവരെ കൈയാലും കൈവിടാതെ അവർക്ക് വേണ്ടി കണ്ണ തോന്നുവാൻ തക്കവണ്ണം ഒരു ആത്മഫലം ദൈവത്തിന്റെ ആത്മാവ് ദൈവസഭയ്ക്കകത്ത് ദൈവകുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാവ് പകരട്ടെയെന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പ്രവർത്തിപ്പാൻ തക്കവണ്ണം കടപ്പെട്ടവരാണെന്ന് ആത്മാർത്ഥമായി ഞാൻ ആലോചന പറഞ്ഞു. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ അടുത്ത വാക്യം പറയുന്നു, ഹൃദയശുദ്ധിയുള്ള ഭാഗ്യമുള്ളവർ ആ ദൈവത്തിൽ. അവർ നമ്മുടെ എല്ലാ ഹൃദയങ്ങളും ലോകപരമായതൊക്കെ വിട്ട് എന്ത് ചെയ്യണം? ശുദ്ധീകരണം ഉണ്ടാകട്ടെ. സന്തോഷത്തോടെ സ്വന്തം പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്തിരി കാര്യങ്ങൾ കടന്നു പോകാൻ സമയത്തിനോട് ഞാൻ ഇവിടെ നിർത്തിയ നമ്മുടെ ഹൃദയം ഹല്ലേലൂയ ഹൃദയ ശുദ്ധിയോടെ ആത്മാവോടുകൂടെ ദൈവസഭ ശുദ്ധീകരണത്തിൽ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ആത്മാവ് നമ്മളെ വേർതിരിക്കട്ടെ എന്ന ആത്മാർത്ഥമായ ആലോചന പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മുടെ സ്വന്തം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ.